കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് വരെ പറഞ്ഞാണ് നിർത്തിയത്. അപ്പം അതിൻ്റെ ബാക്കിയാണ്. ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ടെടുപ്പ് നടന്ന സ്ഥലം ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ്. അപ്പം ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ് ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ടെടുപ്പ് നടക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ്? ശ്യാം ശരൺ നേഗി. അപ്പം ശ്യാം ശരൺ നേഗിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ. ഒന്നാം ലോക്സഭയിൽ തിരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളുടെ എണ്ണം 489 സീറ്റുകൾക്കാണ് ഒന്നാം ലോക്സഭയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പോൾ INCക്കാണ് അത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുന്നത്. 364 സീറ്റും INC നേടുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി 2 മണ്ഡലങ്ങളിൽ നിന്നും മത്സരിക്കാനായിട്ട് കഴിയും. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളിയാണ് TN ശേഷൻ. ഇപ്പം TN ശേഷനാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി. രമൺ മാഗ്സസെ പുരസ്കാരം നേടിയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാലും ഉത്തരം TN ശേഷനാണ്. അപ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളിയാണ് TN ശേഷൻ. സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെയാണ്. അപ്പോൾ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെയാണ്. ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ പ്രിസൈഡിംഗ് ഓഫീസർ എന്നാണ് പറയുന്നത്. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെയും ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ പ്രിസൈഡിംഗ് ഓഫീസർ എന്നുമാണ് നമ്മൾ പറയുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭാ അംഗങ്ങൾ, രാജ്യസഭാ അംഗങ്ങൾ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ തുടങ്ങിയവരുടെ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കുന്നത് സുപ്രീം കോടതിയുമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനമാണ് നിർവചൻ സദൻ. നിർവചൻ സദൻ, ഡൽഹിയിലെ നിർവചൻ സദനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിതയാണ് VS രമാദേവി. അപ്പോൾ നോക്കിയോ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിതയാണ് VS രമാദേവി. ഏറ്റവും കുറച്ചു കാലം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നതും VS രമാദേവി തന്നെയാണ്. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് ആരായിരിക്കും? KVK സുന്ദരം.